സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഡിവൈൻ ഫെമിനൻസ് അനുഭവിക്കുന്ന എനർജി വേരിയേഷൻസിനെ പറ്റിയിട്ടാണ്. സോ ഇതിനെ വന്നിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, ഒന്നാമത്തേത് വന്ന് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ വന്നിട്ട്, സ്റ്റാർട്ടിംഗ് സ്റ്റേജ് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഇനീഷ്യൽ മീറ്റിംഗ് സ്റ്റേജ് ഒന്നും ആലോചിക്കേണ്ട. ജസ്റ്റ് ഈ ഒരു റണ്ണർ ചേസർ എനർജി വന്നിട്ട് ആക്ടിവേറ്റ് ആകുമ്പോൾ നമ്മുടെ ഡിവൈൻ ഫെമിനന് വന്നിട്ട് മാസ്കുലിനോട് അതീവമായിട്ടുള്ള അട്രാക്ഷൻ ആയിരിക്കും. ഓക്കെ, അതായത് എങ്ങനെയെങ്കിലും യൂണിയനിലേക്ക് എത്തണം, ഇയാളുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ, ഇയാൾ മാത്രം മതി, ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ തലയിലേക്ക് അത് കയറില്ല ആ ഒരു സ്റ്റേജിൽ. ഓക്കെ, സോ എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും ഡിവൈൻ മാസ്കുലിനിലേക്ക്. ഓക്കെ, ഫ്രം ഡിവൈൻ ഫെമിനൻ. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് ഡി എഫിൻ്റെ എനർജി ഭയങ്കര ലോവർ സ്റ്റേറ്റിലാണ്. കാരണം അവരുടെ എനർജി ഫുള്ളും ഡി എമ്മിലേക്കാണ് പോകുന്നത്. അവിടെ ഡി എം ആണെങ്കിൽ ഇവരെ പറ്റി ആലോചിക്കുന്നുമില്ല, അവർക്ക് ആ ഒരു എനർജി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ജീവിതത്തെ നോക്കി സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അവരുടെ ഉള്ളിലേക്ക് ഡി എഫ് എന്നുള്ള ആ ഒരു ക്യാരക്ടറെ കടന്ന് വരുന്നില്ല ഈ ഒരു സ്റ്റേജിൽ. സോ ഡി എഫിൻ്റെ എനർജി ലോവർ ആയിരിക്കും. ആൻഡ് അവർ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൽ കൂടെ പോകുന്ന മൊമെൻറ്റ്സ് ആയിരിക്കും ഇത്. സോ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്, കാരണം എനർജി ലോവർ ആണ്. അതേപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഇതെങ്ങടാ പോകുന്നത്, ഇയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമോ, ഈ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് ഇങ്ങനെയായി, നല്ലപോലെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് പെട്ടെന്ന് തകിടം മറിയുമ്പോൾ ഒരു കാരണവുമില്ലാതെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആലോചിക്കുമല്ലോ. ആൻഡ് മൊത്തത്തിൽ ഈ ഒരു ആളുടെ എനർജി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി. ഓക്കെ, സോ ഈ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സൗൾ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫേസാണ് ഡി എഫിൻ്റെ ലൈഫിൽ. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു ഫേസിൽ വന്നിട്ട് ഡി എഫിൻ്റെ എനർജി ഭയങ്കര ലോവർ ആയിരിക്കും. സോ ഈ ഒരു ഫേസ് വന്നിട്ട് ഡി എഫിന് ഭയങ്കരമായിട്ട് ഇമോഷണലി, അതേപോലെ തന്നെ ഫിസിക്കലി, മെൻ്റലി എല്ലാം വന്നിട്ട് നല്ല പോലെ അടിച്ച് താഴെ ഇടുന്ന ഒരു ഫേസാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾസ്. ബട്ട് എഗെയിൻ നമ്മൾ ഡിവൈൻ ഫെമിനൻ എന്ന് പറയുന്നത് ഡിവൈൻ ആണ് അല്ലേ, അങ്ങനെയൊക്കെ വിട്ടുകൊടുക്കുമോ ഡിവൈൻ? സോ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ആ ഒരു സെൽഫ് ലവ് ക്രിയേറ്റ് ആവാൻ തുടങ്ങും. നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യണം എന്നുള്ള ആ ഒരു ഫീലിംഗ് വന്നിട്ട് ഇനീഷ്യേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് അതിനനുസരിച്ചിട്ടുള്ള ഓറ ക്രിയേറ്റ് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള വൈബ്രേഷൻ പുറത്തേക്ക് വിടാൻ തുടങ്ങും. സോ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഫീൽഡ് നമുക്ക് വരാൻ തുടങ്ങും. സോ അങ്ങനെ വന്നിട്ട് ഇവിടെ സറണ്ടറിങ് നടക്കുകയാണ്. നമ്മുടെ ഡിവൈൻ ആണ് എല്ലാം എന്ന് നമ്മുടെ ഡിവൈൻ ഫെമിനൻ മനസ്സിലാക്കുന്നത്. അതായത് ഫസ്റ്റ് ഡിവൈൻ, അതിനുശേഷമേ ഡിവൈൻ മാസ്കുലിൻ വരുന്നുള്ളൂ. മനസ്സിലായോ? ഫസ്റ്റ് നമ്മുടെ സോഴ്സ് ആണ് എല്ലാം എന്ന് മനസ്സിലാക്കുന്ന മൊമെൻറ്റ്സ് ആണ് ഡി എഫിൻ്റെ. സോ ഈ ഒരു ടൈമിൽ വന്നിട്ട് അവരുടെ എനർജി റിക്കവർ ആവാൻ തുടങ്ങുകയാണ്. അറ്റ് ദ സെയിം ടൈം ഡി എമ്മിൻ്റെ എനർജീനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കണം. അവിടെ നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടും നിങ്ങളെ പറ്റിയിട്ട് ചിന്തകൾ അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. മനസ്സിലായോ? ഡി എമ്മിൻ്റെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾ ആ ഒരു സമയത്താണ് എൻ്റർ ആവുന്നത്. കാരണം ഒരു സ്പേസ് ക്രിയേറ്റ് ആയി, അറ്റ് ദ സെയിം ടൈം നിങ്ങളിൽ വർക്ക് ചെയ്യുകയാണ്. സോ ഈ ഒരു ടൈമിലാണ് നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകൾ ഡി എമ്മിൻ്റെ ഉള്ളിൽ അധികമായി വരാൻ തുടങ്ങുന്നത്. ആൻഡ് ട്വിൻ ഫ്ലെയിം ജേർണി മുന്നേറും തോറും ഡി എഫിൻ്റെ എനർജി വന്നിട്ട് പവർ തിരിച്ചെടുക്കുകയാണ്. ഓക്കെ, സോ ഇത് തന്നെ വന്നിട്ട് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങളോളം പോകുന്ന ഒരു സ്റ്റേജാണ്. ബിക്കോസ് എനർജി ഭയങ്കരമായിട്ട്, കാരണം രണ്ടുപേരും ആലോചിക്കാൻ തുടങ്ങി, രണ്ടുപേർക്കും അതിൻ്റേതായ പുഷ് ആൻഡ് പുൾ ഉണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ. സോ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഡി എഫ് വന്നിട്ട് ഓക്കെ ഞാൻ കണ്ടൻ്റാണ്, ഇതിന് ശേഷം ഞാൻ കോണ്ടാക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാലും നെക്സ്റ്റ് ഡേ അത് മാറും. ഓക്കെ, നെക്സ്റ്റ് ഡേ അവരുടെ തോട്ട്സ് വന്നിട്ട് പാവമല്ലേ, നമുക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്താലോ എന്നുള്ള ഒരു തിങ്കിങ് വരും. സോ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര വോളറ്റൈലായിട്ടുള്ള സ്റ്റേജാണ്, ഭയങ്കര എനർജി വേരിയേഷൻസ് ഉള്ള സ്റ്റേജാണ്. കാരണം ഇവർ കോണ്ടാക്റ്റിലായിരിക്കില്ല, അറ്റ് ദ സെയിം ടൈം രണ്ടുപേരും പരസ്പരം തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ തിങ്കിങ് എന്ന് പറയുന്നത് തന്നെ, ഒരാളെ പറ്റിയിട്ട് തിങ്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ എനർജി കൈമാറുന്ന പോലെയാണ് അല്ലേ. തോട്ട്സ് ക്യാരി എനർജി എന്നാണല്ലോ. സോ അവിടെ വന്നിട്ട് ഡിവൈൻ മാസ്കുലിൻ്റെ ഇമോഷൻസ് വന്നിട്ട് ഇവിടെ ഡിവൈൻ ഫെമിനന് അഫക്റ്റ് ആകും, ഡിവൈൻ ഫെമിനൻ്റെ ഇമോഷൻസ് വന്നിട്ട് ഡിവൈൻ മാസ്കുലിനെ അഫക്റ്റ് ആകുന്ന ഒരു സ്റ്റേജാണ് ഇത്. സോ ഇവിടെ വന്നിട്ട് ഡിവൈൻ ഇവരുടെ രണ്ടുപേരുടെ ഉള്ളിൽ വന്നിട്ട് ഒരു മറ തീർത്തേക്കാണ്. കാരണം ഇവരുടെ ഉള്ളിൽ സ്നേഹവും ഉണ്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവർ മനസ്സിലാക്കണം അത് അല്ലേ, ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ സ്നേഹം വന്നിട്ട് അവർ മനസ്സിലാക്കണം, അവർ മിസ് ചെയ്യണം, അവർ രണ്ടുപേരും ദേ ഷുഡ് വാല്യൂ ഈച്ച് അതർ അല്ലേ, രണ്ടുപേരുടെ വാല്യൂ മനസ്സിലാക്കണം. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് ഡിവൈൻ ചെയ്യുന്നത്. കാരണം ഈ ഒരു മറയിൽ, ഈ ഒരു നോ കോണ്ടാക്ട് വന്നിട്ട് ഒരുപാട് വർഷങ്ങൾ വേണമെങ്കിൽ പോവാം, പക്ഷേ ഈ ഒരു മറയുണ്ടെങ്കിൽ പോലും ഇവർ പരസ്പരം മറക്കുന്നില്ല. അത് എത്ര വർഷമായാലും ഇവരുടെ എനർജി എപ്പോഴും കണക്റ്റഡ് ആണ്, ഇവരുടെ പ്രസൻസ് പരസ്പരം ഇവർ അറിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രോഗ്രസ് ഇല്ല, ഇവിടെ പുഷ് ആൻഡ് പുൾ എനർജിയാണ് നടക്കുന്നത്. ഇവരുടെ ഉള്ളിൽ പെട്ടെന്ന് അവരുടെ എനർജി റേസ് ആവും, ലോ ആവും, റേസ് ആവും, ലോ ആവും. സോ ഇത് എന്ന് പറയുന്നത് ഇവർ എനർജറ്റിക്കലി സ്റ്റേബിൾ അല്ല, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്റ്റും നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ഈ ഒരു സ്റ്റേജിൽ വന്നിട്ട് അവർ
എനർജറ്റിക്കലി കുറച്ചും കൂടെ സ്റ്റേബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്റ്റേജ് ഒരുപാട് കാലം പോകുന്നത്. ആൻഡ് എഗെയിൻ നമുക്കറിയാം നമ്മുടെ DF ആണ് എപ്പോഴും ലീഡ് എടുക്കുന്നതെന്ന്. തേർഡ് സ്റ്റേജിലേക്ക് DF ലീഡ് എടുക്കുമ്പോൾ DM എന്ന് പറയുന്ന ആളുടെ എനർജി ഫുള്ളായിട്ടും DF വന്നിട്ട് അവരിൽ നിന്ന് കളഞ്ഞിരിക്കും. ഇവിടെ DFൻ്റെ എനർജി വന്നിട്ട് സ്റ്റേബിൾ ആയിരിക്കും. DFൻ്റെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് എന്താണോ പ്രയോറിറ്റി അതിലേക്ക് എനർജി കൊടുക്കാനുള്ള, അതിലേക്ക് ഫോക്കസ് ഡൗൺ DF. സോ ഹിയർ ഇൻ ദി സ്റ്റേജ് DM എന്ന് പറഞ്ഞ വ്യക്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ആലോചിച്ചാൽ പോലും അത് ഒരിക്കലും വന്നിട്ട് DFൻ്റെ എനർജീനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, DF വന്നിട്ട് ഭയങ്കര താങ്ക്ഫുൾ ആയിരിക്കും യൂണിവേഴ്സിനോടും ഈവൻ DMനോട് പോലും. അതോടെ ഈ ഒരു ജേർണി അവസാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് സത്യം. കാരണം DM അവരുടേതായ വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരും. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സോൾ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ ഓത്തൻറ്റിക് സെൽഫിലേക്ക് നമ്മളെ മാറ്റുന്ന ഒരു ജേർണിയാണ്. സോ ഇവർ പരസ്പരം വന്നിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒരു കോൺസ്റ്റൻറ്റ് ക്യാരക്ടറാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഏതൊക്കെ സ്റ്റേജിൽ എങ്ങനെയാണ് എനർജി വേരിയേഷൻസ് നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.